കുടിരിക്കലേ തിങ്കളാഴ്ച കണ്ട് ഇത് പാവും ഇവിടെ. അതേമാതിരി ഇപ്പൊ ആ വെളിച്ചെണ്ണ ആട്ടി കൊടുക്കുന്നുണ്ടല്ലോ, അത് ജയ് സുക്കൂറിനോട് അല്ലെങ്കിൽ കുട്ടികളെ ആരോടേ ആ കുടിരിക്കലിന്റെ തലേ ദിവസം അവിടെ കൊണ്ടേക്കാൻ പറഞ്ഞാണ്ടി. ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പൊ നമ്മള് രണ്ടാളും ഉണ്ടാകുക, അത് വെറുതെ കാറി നാസാവുന്നല്ലാതെ. അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ഓളെ പെരീന്നേ കൊണ്ടുവന്ന് പറഞ്ഞു, പിന്നെ ഇത് ഇവിടുന്ന് കൊടുത്തേക്കണ. ഓളോട് കൊടുന്നോട്ടെ, എന്നാലും ഇവിടെ ഉള്ളേ ആ വെളിച്ചെണ്ണ അത് കൊണ്ടുപോയിക്കോട്ടെ. വെറുതെ ഇവിടെ കിടന്ന് നാസാവ് തന്നെ ഇക്കാരം. പിന്നെ കുടിരിക്കലിന്റെ അന്ന് വല്ല കോഴി പൊരിച്ചാൻ അങ്ങനെ എന്തിനേക്കാ എണ്ണ എടുക്കാലോ. നല്ല വെളിച്ചെണ്ണല്ലേ, പിടിന്ന് കൊണ്ടുവന്നേക്കാട്ടിലും മായൊന്നും ഇല്ലാത്ത എണ്ണയാണ്. നിങ്ങളെ വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് പോന് കോഴി വരച്ചാൻ. അവിടെയൊക്കെ കോഴി വരച്ചാനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ടാണ്ട് എണ്ണയൊക്കെ ഓൻ കൊണ്ടുവരും. ഓന്റെ അടുത്ത് പൈസ ഉണ്ടായിനൊക്കെ. ആ വെളിച്ചെണ്ണ നമുക്ക് സൂറാബിക്ക് കൊടുക്കാം. ഓളെ പെണ്ണ് പെട്ടെടുക്കാനായിട്ടില്ലേ? അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ കേടുണ്ടാച്ചിട്ടാ ഞാൻ എന്നോടാ പറഞ്ഞത്. ഇനിയിപ്പോ സൂറാബിക്ക് കൊടുക്കുകയാണെങ്കിലേ ഒരു 5 ലിറ്റർ എണ്ണ ആഴ്ചപ്പോലും കൊടുത്താണ്ടി. ഞമ്മക്ക് ഇനിയിപ്പോ അടുത്തത് തേങ്ങ ഇട്ടുകാണ്ട് ആട്ടാണ്ടല്ലോ. വെളിച്ചെണ്ണന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട. അതുകൊണ്ട് ഞാനൊരു റജു ജയിലൊക്കെ കണ്ടിട്ടുണ്ട്. എവിടുക്ക സുക്കുറച്ച് പോണു? അതിപ്പോ കുടിരിക്കലൂടെ ആയില്ലേ, പറയാനുള്ളവരൊക്കെ ഒന്ന് പറയണ്ടേ? പറയാനുള്ളവരൊക്കെ പറഞ്ഞാളെ, ആരും ഒഴിവാക്കണ്ട. ആരും ഒഴിവാക്കണില്ലപ്പാ. രാവിലെ ഉച്ചക്കൊക്കെ പരിപാടി ഉണ്ടല്ലോ, ഓല് സൗകര്യം പോലെ വന്നോളൂ. സുക്കൂറ ഇജേ സൂറാബിക്ക് ഫോൺ വിളിച്ചു കാണാൻ പറഞ്ഞിട്ടുണ്ട് ഓളെ അമ്മോസനോടൊക്കെ. ഇജ് അവിടെ പോയിക്കാണ്ട് പറയണ അതിനോട്. ഓള് വിളിച്ചപ്പോ പറയണം ഇപ്പാനോട് ഓന് വിളിച്ചാ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് വന്നിക്കാണ്ട് പറയാൻ പറയോണ്ടീന്ന്. അതൊക്കെ അത്ര മതിമ്മ. ഇപ്പൊ ആരും നേരിട്ട് പോയൊന്നും പരിപാടി പറഞ്ഞില്ല, ഒക്കെ ഫോണിൽ കൂടി വിളിച്ചാലാണ്. പിന്നെ ഇനിയിപ്പോ അതിന് എനിക്ക് നേരോട്ടും ഇല്ലേനും. വിളിച്ചു പറഞ്ഞ സുക്കൂറ അവർക്ക് ശരിയാവൂല. അന്റെ പെങ്ങളെ കെട്ടിച്ചൊരു പേരല്ലപ്പോ അത്. ആ തന്തക്കാണെങ്കില് ഭയങ്കര വിശ്വാസമാണ്. ചെന്ന് പറഞ്ഞാൽ തന്നെ അത് വരുള്ളൂ. ഇജ്ജ് ഫോൺ ചെയ്യും, ഞാൻ ചെന്ന് പറയേണ്ടി വരും. പിന്നെ എന്നാ നിങ്ങൾ പോയി പറഞ്ഞാണ്ടിപ്പാ, എനിക്കിഞ്ഞൊരു കഴിവും കിട്ടില്ല. നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ പള്ളിക്കത്തെ ഉസ്താദിനോടും അവളുടെ കുട്ടികളോടൊക്കെ നിങ്ങൾ നേരിട്ട് പറഞ്ഞാണ്ടി. മോലേരോടൊക്കെ ഞാൻ പറഞ്ഞോണ്ട് കുറച്ച് കുട്ടികളുണ്ടല്ലോ, ഓരോട് പറയണം. പിന്നെ ചോറൊക്കെ വെക്കാപ്പ ആരെ ഏൽപ്പിച്ചേക്കേണ്ടത്? ഒരൈറ്റം ചോറ് മതി, എന്തെങ്കിലും ഒരു പൊരി മതി. കുറെ സാധനങ്ങൾ ഉണ്ടായിട്ടാണ് വേസ്റ്റ് ആക്കരുത്. അതൊന്നും പറ്റൂല, ഒരു 3-4 ഐറ്റൊക്കെ വേണം. സുക്കൂറ ഇജ്ജ ഇപ്പൊ പറഞ്ഞ കാര്യാക്കണ്ട, ഇജ്ജ് 3-4 ഐറ്റൊക്കെ ഉണ്ടാക്കിക്കോ. നമ്മളെ പെരിയിൽ ആദ്യമായിട്ട് ഒരു പരിപാടി നടത്തിയല്ലേ. കുറെ ഭക്ഷണങ്ങൾ ഉണ്ടായിക്കാണ്ടേ കേടെടുത്തി കളണ്ടട്ട സുക്കൂറെ. ഒരു ബിരിയാണിയും ഒരു കോഴി പൊരിച്ചതും മതി. ഞാൻ പറഞ്ഞാണ് കേട്ടോ, അതേമാതിരിയാണ് ചെയ്താളെ. അതാ മട്ടം പോലൊക്കെ ചെയ്യപ്പാ. പിന്നെ ഞാൻ ആ സംസൂരോട് വരാൻ പറഞ്ഞിട്ട് അങ്ങാടിക്ക് ഓരോട് ചോദിച്ചോക്കട്ടെ നല്ല വെപ്പേര ഏതാ ഉള്ളതെന്ന്. അനുസരിച്ചൊക്കെ ചെയ്യാം. ഞാൻ പോട്ടെന്നാല്. ഞാൻ എന്റെ ഡ്രൈവർ മജീദിനെ കാത്തിക്കാണ്. എന്റെ മോള് കുടിയിരിക്കാനായിക്കണേ. അപ്പൊ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അന്ന് അറിഞ്ഞു വരാൻ വേണ്ടി പോവാണ്. ആ മോള് കുടിയിരിക്കാനായോ? വമ്പ ചെലവാണല്ലോ. ഒരു ഉറുപ്പ് എനിക്ക് ചെലവില്ലട്ടാടാ. ആ പെരയ്ക്കുള്ള എല്ലാ സാധനങ്ങളും എന്റെ മരുവൻ ചൈനീന്ന് കൊടുന്നോക്കണം. ഒരു മുതലും ഇങ്ങോട്ട് പെരയ്ക്ക് കൊണ്ടുവരുതെന്ന് എന്റെ മരുവൻ പറഞ്ഞേക്കേണ്ടത്. നിങ്ങളെ ഭാഗ്യട്ടാ, കായുള്ള മരക്കളെ കിട്ടി അത്രേ ഉള്ളൂ. അല്ല എനക്കും ഒഴിവണ്ടിച്ചിട്ട് പോരാ. ഞാൻ ഓനെ കാത്തിക്കണ്ടല്ലോ, എനക്കൊക്കെ ഒന്ന് കാണാലോ. ഒരു 1.5 കോടി ഉറുപ്പ്യന്റെ പെരയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂള്, കംപ്ലീറ്റ് സെൻട്രൽ AC, ഇതൊക്കെ ഉണ്ട്. ഓ അത്രയും മുമ്പുള്ള വരെ ഞങ്ങൾ മജീദിന് വിളിച്ചു പറഞ്ഞാൽ വരണ്ട പറഞ്ഞാൽ ആ ചാവിന്റെ അട്ടിക്കാണി ഈ കയറി അമ്മ നാട് പോയി വെക്കാം, അന്ന് കാണും ചെയ്യാലോ. അല്ല സുക്കൂറ, കുടിയിരിക്കലിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തായി? അതിനെ പറ്റി പറയാൻ തന്നെ ഞാൻ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. വരുന്ന തിങ്കളാഴ്ചയാണ് കുടിയിരിക്കല്. ഇപ്പൊ നല്ല ദിവസമാണെന്ന് പറഞ്ഞാണ്ട് അന്നേക്കാണ് നിശ്ചയിച്ചിട്ടുണ്ട്. പരിപാടി രാവിലെ ഉച്ചക്കൊക്കെ ഉണ്ടോ? പരിപാടി രാവിലെ ഉച്ചക്കൊക്കെ ഉണ്ട്. ഫുഡ് ഇപ്പൊ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? ഭക്ഷണത്തിന് ആരെ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല, അന്നോട് കൂടി ചോദിച്ചിട്ട് ഏൽപ്പിച്ചാച്ചിട്ടാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞേക്കണു വലിയ പരിപാടി ഒന്നും വേണ്ട, ഒരു ഐറ്റം ഭക്ഷണമൊക്കെ മതിയെന്ന്. ആരെ നല്ല വെപ്പേരുള്ള സംശയം? അത് ഒടുക്കും തെരഞ്ഞു വേണ്ട. പറകുച്ചിക്കണ്ട് റഷീദ്, ഓൻ വെച്ചാ മതി. സൂപ്പർ വെപ്പരണ. എന്നാ ജോനെ കാണുവാണെങ്കിലേ ഓനോട് പെരേക്കൊന്ന് വരാൻ പറഞ്ഞോണ്ടി. ഓനെ കണ്ടാ ഞാൻ എന്റെ പെരേക്ക് വരാൻ പറയാം. പിന്നെ എന്റെ പരിപാടിക്ക് VIP ഇപ്പൊ ആരൊക്കെ ഉണ്ടാവും? MLA-മാരും മന്ത്രിമാരൊക്കെ വിളിച്ചണം. ഓല് വിളിച്ചാൻ കാത്തിരിക്കാറ് ഓല് വരാന്. ഓൽക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കുടിയിരിക്കല് അമ്മക്ക് ഉസാറാക്കണം. ജിന്റെപ്പം തന്നെ മാണട്ടോ. വൈകുന്നേരം വരെ എന്റെ വൈത്താല ഞാൻ ഉണ്ടാവും. പോരെ ആതിരെ ഞമ്മ ബസ് കാണാതല്ലടാ. തരാപ്പൊന്ന കരക്കാട്ട് ആകെ 2 വണ്ടിയുള്ളൂ. അത് 20 മിനിറ്റ് വൈകിക്കണം ഇപ്പൊ. ഉസ്താദയാ അത് വരികാരം. ഇപ്പൊ ആ റോഡ് പണിയുടെ നടക്കണില്ല, അതുകൊണ്ട് വികാരം. അതിപ്പോ 1:30 തുടങ്ങും. ഞമ്മ ഇപ്പൊ തന്നെ നേരത്തിലായിരിക്കും. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടാവും. നമ്മൾ തെരിയുണ്ടാവും ഓര്. നമ്മളിങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ടി വരുമോ? അതൊന്നും മാണ്ടടാ, അതൊക്കെ വലിയ കായ്ക്ക് ചെലവാണ്. ആ ബീരാഗല്ലായിരുന്നേ.
എവിടക്കും സ്ഥാപനം രണ്ടാളും കൂടി കരേക്കാട്ടിലാണ് പോണ്ടത്. ബസ് എത്തത് ഇതുവരെ കാണാനില്ല. എന്റെ ഉസ്താദിന്റെ മരിച്ച ഏഴാണ്. ബസ് വരാനേ നേരം പോയിക്കാറ് ഉസ്താദെ. റോഡ് പണി ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയൊക്കെ ചുറ്റി കറങ്ങിക്കാണ്ടാണ് ബസ് വരണ്ടെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അല്ല നിങ്ങൾ പോയിക്കെ പോണു? ചെക്കന്റെ പേരെ കുടിക്കലാണല്ലോ തിങ്കളാഴ്ച. അപ്പൊ കുറച്ച് ആൾക്കാരോടെ പറയാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരുന്നു, എന്റെ ചെങ്ങായിമാരോടൊക്കെ പാടേ. പിന്നെ പള്ളിക്കൊലി ഞാൻ വന്നിട്ടില്ല ആരോടും പറയാൻ വേണ്ടി. ഉസ്താദ്മാരോട് കുറച്ച് അവിടെ പഠിപ്പിച്ച ആൾക്കാരുണ്ടല്ലോ, ഓരോടും പറയണം. പിന്നെ 10-25 കുട്ടികൾ പാടെ നിങ്ങളിപ്പോ ഓത്തടിച്ചിട്ടുണ്ടല്ലോ അവിടെ ദർശനുണ്ട്, ഓരോടും പറയണം. അപ്പൊ മുൻകൂട്ടി ഞങ്ങളോട് പറയണോ ആദ്യം തന്നെ. അപ്പൊ ഓരോട് ഇനിയിപ്പോ നിങ്ങൾ പറയില്ല, ഞാൻ പറയണോ? അല്ല ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ പരിചയമുള്ള ആൾക്കാർ നമ്മൾ എപ്പം കാണണ്ടല്ലേ, നിങ്ങൾ പറഞ്ഞാണ്ട് അവർക്ക് തൃപ്തി കാണിക്കാലോ. എങ്ങനെയൊക്കെ പരിപാടി തീരുമാനിച്ചേക്കണോ? ഇപ്പത്തെ കുട്ടികളെ ഈ കുടിക്കൽ വെച്ചും പോലെ 10-11 മണിക്കൊന്നും അല്ല. നമ്മളാ പഴയ മട്ടൻ തന്നെയാണ്. സുബൈക്കേ മൗലൂദ് ഒതുങ്ങാൻ കയറിയിരിക്കണം. ഉച്ചക്ക് ലൂറിനേശേ എന്തെങ്കിലും ചോറൊക്കെ ഉണ്ടായിക്കാണ്ട് എല്ലാരും വിളിച്ചണം എന്നാ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും കുട്ടികളും എല്ലാരും കൂടി മോരേറ്റാലും ഞാൻ അവിടെ ആരും ഒഴിവാണ്ട. 2 നേരമാണ് പെരുവണ്ടി പരിക്ക്. പേര വമ്പം പേരാണല്ലോ. ഞാൻ ആയൂർക്ക് പോയപ്പോഴേ ഒരു നോട്ടം കണ്ടു പേരാ. നമ്മ മാലിൽ അങ്ങനത്തെ ഒരു പേരില്ല. പേരൊക്കെ ചെറിയ പേര കയറ്റണം എന്നൊക്കെ സുക്കൂർ എന്നോട് പറഞ്ഞിരുന്നത്. ഇപ്പൊ കേറ്റി വന്നപ്പോ ബമ്പം പേരായിക്കണു. ഇന്നോട് വേറെ 2-3 ആൾക്കാർ പറഞ്ഞിപ്പോ ഈ വർത്താനം. പേര വമ്പ് കൂടിയിട്ട് പേടിച്ചണ്ട. കടും കല്ലൊന്നും ഇല്ല. ഞാൻ അതൊന്നുമില്ല. കടും കല്ലൊന്നും ഇല്ല ഉസ്താദെ. ഞാനും ഒരാളെ ₹100 കടം വാങ്ങലില്ല. എന്റെ കുട്ടികളെ 2 ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ സുക്കൂറേ കടം വാങ്ങിക്കാണ്ടൊന്നും പഞ്ചായത്ത് പേരൊന്നും കയറ്റിയിട്ടുണ്ടാവില്ല എന്ന് എന്റെ അഭിപ്രായം. കടും കല്ലൊന്നും ഇല്ലെങ്കിലേ അൽഹംദുലില്ലാ വലിയ ഹൈറാണ്. എന്നാ പിന്നെ ഞങ്ങളെ എല്ലാവരും വരുവണ്ടി, കുട്ടി വരുവണ്ടിട്ടോ. ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. ഇമ്മ ഇത് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. എന്റെ പേരെ പുതുക്കി കൂടിയിരുന്നേ ഒരു സോഫ സെറ്റ് കൊടുന്നെന്നാണ്. അപ്പൊ ഞാനിപ്പോ അതേമാതിരി ഓൻ എന്തേലും തിരിച്ചു കൊടുക്കണ്ടേ? ഞാൻ ഓന്റെ അമ്മോനല്ലേ. ഇജ്ജ് കൊണ്ടുവന്നീച്ച് തിരക്കടുണ്ടായിട്ട് ഒന്നല്ല മാനുവോ. പിന്നെ ഓന്റെ തിരക്കനുസരിച്ചുള്ള ഫർണിച്ചർ എല്ലാ സാധനവും ഓൻ തന്നെ മേടിച്ചിക്കണു. ഓന്റെ പെണ്ണുങ്ങളെ പേരിന്നും കൂടി ഒരു സാധനം ഓന് കൊണ്ടുവരണ്ടെന്നാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓളമ്മാന്റെ ഒരു തുർപ്പതിക്കേ അത് അടുക്കളയ്ക്കുള്ള സാധനങ്ങൾ വേങ്ങാന്ന് പറഞ്ഞിക്കണു ഓൻ പറഞ്ഞു. അല്ലെങ്കിൽ ഉമ്മ അപ്പൊ അങ്ങനെ തന്നെയാണ്. പെരക്കനുസരിച്ചുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേണ്ടത്. പിന്നെ നമ്മൾ അതും ഇതൊക്കെ കൊടുക്കാണ്ട് അത് മുക്കിലും മൂലയിലൂടെ കാരം. പിന്നെ ഓർക്ക് അതൊന്നും പറ്റൂല. ഓർക്ക് പറ്റിയത് ഓലും വാങ്ങിക്കോട്ടെ. പിന്നെ ഓളമ്മ കൊണ്ടുവന്നതിന് തടസ്സമൊന്നും പറയണ്ട. ഓല എന്താ വെച്ചാൽ കൊടുന്നോട്ടെ. അതൊക്കെ അപ്പൊ അവിടെ നിക്കട്ടെ. ഇജ്ജേ സുബൈക്ക് നേരത്തെ തന്നെ അങ്ങോട്ട് വരുവേണ്ടി ഓളും കുട്ടികളെ കേറ്റിട്ടാ. പിന്നെ പെണ്ണുമ്മ കെട്ടിച്ചോടത്തന്നെ വരുമ്പോഴേ ഓളോട് ഇത് പറഞ്ഞോണ്ടി ഒന്നും കൊണ്ടണ്ടാന്ന്. അത് ഞാൻ പെണ്ണുമ്മാക്ക് വിളിച്ച് പറഞ്ഞോണ്ട്. പിന്നെ ഇപ്പൊ കുടിരിക്കല് കഴിഞ്ഞാൽ അജ്ജു അലയാക്കി അവിടെ തന്നെ നിൽക്കാരല്ലേ. ഇവിടെ ഇപ്പൊ ആരും ഉണ്ടാവൂലല്ലോ. അബ്ബാസും ഓളൊക്കെ ഗൾഫിലും അല്ലേ. നമുക്ക് അവിടെ നിൽക്കന്നെ നല്ലതും. കണ്ട് അടച്ചിട്ടാളി. സുക്കൂറും അതന്നെയാണ് പറയണത് അവിടെ നിക്കാന്. അളിയാക്കാക്കാണെങ്കിൽ അളിയാക്കാനെ പായി നൽകണി അല്ലാതെ പറ്റൂല. ഇച്ചും തന്നെ ഞങ്ങൾക്ക് 2 ആൾക്കും ഒരീസയിലും അവിടെ നിക്കണം എന്നൊരു പൂതിയുണ്ട്. അതൊക്കെ നിങ്ങളെ മട്ടം പോലെ എങ്ങനെയാ ചെയ്താളി. പിന്നെ അബ്ബാസും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കുടിരിക്കലിന് വരുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാതെ ഇല്ലാതായത്? ഓര് വരാൻ തന്നെ തീരുമാനിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഓന്റെ അറബി ലണ്ടൻക്ക് ടൂർ അയക്കണം 1 മാസത്തിന്. അപ്പൊ അറബി വരാതെ ഓൻ ഇങ്ങോട്ട് പോരാൻ പറ്റൂലല്ലോ. അല്ലാതെ ഓനെ ഏൽപ്പിച്ച് പോയതല്ല അയാള്. അങ്ങനെയാണ് ഈ പോലും വരവുണ്ടാവൂലല്ലേ. കഴിഞ്ഞ ലീവിനോ വന്നെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഓന്റെ അറബിക്ക് ഓനെ ഭയങ്കര വിശ്വാസമാണ്. എല്ലാ കാര്യങ്ങളും ഓനെയാണ് ഏൽപ്പിച്ചാലേನು. അങ്ങനെ ആകുമ്പോ ഇപ്പൊ ഒക്കെ ഇട്ടെറിഞ്ഞു പോയാലും ശരിയല്ലല്ലോ. ശുക്കൂറെ കുടിയിരിക്കലൊക്കെ നല്ല ഉഷാറായി കഴിഞ്ഞല്ലേ? ഞാനും ഇങ്ങോട്ട് വന്നാൻ തരാം. അല്ലാണ്ട് ബാങ്കിക്ക് വരുത്തണ്ട എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം. ഏതായാലും നിങ്ങൾ വന്ന നന്നായി. പേപ്പറുകളൊക്കെ നിങ്ങൾ എടുത്തേക്കണില്ലേ? ഒരു ഒപ്പിടേണ്ട കേസല്ലേ ഉള്ളൂ. നിങ്ങളെ പോലത്തെ മുതലാളിമാരെ നമ്മൾ ബാങ്കിക്ക് വരുത്താൻ പറ്റുമോ? നമ്മളെ ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ നിങ്ങളെ പോലത്തെല്ലാണ്. എന്റെ അടുത്ത് വെച്ചതാണ്. അന്നേനെ ഒരു ഒപ്പില് തീരേണ്ട പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. കലണ്ടർ ആരും മേടിച്ചിട്ടില്ല. കൊറേ ബാക്കിയാണ്. എല്ലാരും പൈസ ഇല്ല എന്നാ പറയണേ. അതെ പൈസ ഇല്ലാച്ചിട്ടേ കൊടുക്കാതിരിക്കണ്ട. അയാൾ കൊടുത്താണ്ടി അത് നോക്കണ്ട. മനുഷ്യന്മാർക്ക് കായ് കുറവാണ്. ഒരു ₹20 ഇല്ലാത്ത പേരുണ്ടാവും ഉസ്താദെ. ആൾക്കാര് വെറുതെ നോണാറിയില്ലേ? ചില പേരുകൾ ചില നേരത്തെ 5ന്റെ കായ് ഉണ്ടാവില്ല. അത് വെച്ചിട്ട് കൊടുക്കാതിരിക്കണ്ട. അത് കൊടുത്താണ്ടി അപ്പൊ നോക്കണ്ട. എന്നാ വേറെ ഒന്നുമില്ലല്ലോ. പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. എന്നാ വെച്ചോട്ടോ. ഭർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരമില്ല. ബാങ്ക് പോക്കും നൂറുവാങ്കേ വേണ്ട എത്തണം നമുക്ക്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരപ്പാ പോയത്? അതാ ബാങ്കിലെ അനീഫാക്കാണ്.
അതിന്റെ മാനേജർ കുടികളൊക്കെ നേരെ അമ്പായിട്ട് സുക്കൂറെ ഏറെക്കുറെ നമ്മളെ കൊണ്ട് ഒപ്പിച്ചാൻ പറ്റുന്ന മാതിരിക്കാണ്ട് ഒപ്പിച്ചു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ അർജന്റായിട്ട് കൊടുക്കാൻ പോകണ്ട, നിങ്ങൾക്ക് ഒരു കാര്യം പറയാണ്ടായിരുന്നു. ബാങ്ക് കൊടുക്കാൻ മുക്കുണ്ട് അവിടെ, സ്കെച്ച് നമ്മൾ എത്തിയാൽ മതിയല്ലോ. എത്തിപ്പിച്ച് പറയാണ്ട് കാരണം നിങ്ങൾ ഈ മാലയിലെ പള്ളിക്കത്തെ ഉസ്താദാണ്, അത് മാത്രമല്ല എൻ്റെ ഉപ്പാന്റെ വലിയ ചങ്ങായിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇത് പറയണ്ടേ. ഇപ്പം ഇന്നലെ കാട്ടിയ പണി ഉണ്ടല്ലോ, വല്ലാത്തൊരു വിഷമമാണ് എനിക്ക് ഉണ്ടാക്കിയത്. എത്തിയപ്പോ ഇന്നലെ നല്ലൊരു ദിവസമായിട്ട് കുടിക്കലിന്റെ ദിവസമായിട്ട് ഇപ്പൊ കാട്ടി. കൂടിയിരിക്കലിന്റെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇപ്പാനോടും ഉമ്മാനോടും പറഞ്ഞിരുന്നു, കൂടിയിരുന്നാൽ നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കണം കേട്ടോന്ന്. ഇപ്പാക്ക് എന്തായാലും വേറെ ഇപ്പോൾ ഒരാഴ്ച നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. ഇപ്പാക്ക് ഇപ്പാന്റെ പേര് കിടന്നുറങ്ങിയാലേ ഉറക്കി വരുള്ളൂ. എന്നാലും ഞാനേ ഒരാഴ്ചയെങ്കിലും ഇപ്പം ഇമ്മയോടെ നിൽക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു. കുടിയിരിക്കൽ കഴിഞ്ഞ അന്ന് രാത്രി യാസാൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പം ഇമ്മയെ ഇറങ്ങിപ്പോയി പെരയുന്നത്. അപ്പൊ എന്തൊക്കെ പോണ് നിൽക്കണില്ലാന്ന് ഞാൻ ചോദിച്ചപ്പോഴേ ഇപ്പൊ ഓരോരോ ഏത് പറഞ്ഞാണ് പോയത്. ഇമ്മാക്ക് നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പാൻ ഒറ്റയ്ക്ക് എന്തായാലും ഉമ്മ പറഞ്ഞേക്കൂല്ലല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്താ സംഗതി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അത് എത്തപ്പോ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടി. ഇപ്പം ഇമ്മയോടെ ഇറങ്ങിപ്പോയപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം. പിന്നെ ഞാൻ ആഗ്രഹിച്ചൊരു പെര കാറ്റിയാണ്. അവിടെ ഒരു ദിവസമെങ്കിലും എൻ്റെ ഉപ്പാക്കും ഉമ്മക്കും ഒന്ന് വന്ന് പാർത്തൂടെ. ഞാൻ ഇപ്പൊ എന്ത് തെറ്റാ അവരോട് ചെയ്തത്? എൻ്റെ അമ്മായിമ്മയും അമ്മാസനും എൻ്റെ പെണ്ണുങ്ങളെ കൂട്ടക്കാരൊക്കെ അവിടെ നിന്നു. ഓരടിയിലൊക്കെ ഇപ്പൊ ഞാൻ മാനം കെട്ടിയില്ലേ. ഏതാ സംഗതി കേട്ടപ്പോ ഇച്ചൊരു മനസ്സിലേക്ക് ഒരു വിഷമം. എന്താ ഞാനൊന്ന് മൂപ്പരെ കാണുമ്പോഴേ ഒരാ മട്ടത്തിൽ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി എന്നോട് ഞാൻ വീരം പറഞ്ഞു കേട്ടാ. ഞാനും ഇപ്പം തമ്മിലേ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഇറങ്ങിപ്പോയത് എന്തിന്റെ പേരിലാന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ഏതായാലും ചോദിച്ചു നോക്കി എന്താ ഉണ്ടായത് എന്നുള്ളത്, എന്നാലും ഇപ്പൊ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ല നബീസ് താത്ത, കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പാർക്കൊന്നും ചെയ്തില്ലേ? വേഗം പോര്. ഒന്നും പറണ്ട എന്റെ ബിന്ദു. വീരാങ്കാക്കാക്ക് ഇവിടെ കടന്നെങ്കിലേ ഉറക്ക് വരുള്ളൂ. സുക്കൂർ അങ്ങനെ പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന്. അവിടെ എല്ലാരും ഉണ്ട്, ഓരോ അമ്മോസനും അമ്മായിമ്മയും സൂറാവിയും കുട്ടികളും എല്ലാരും ഉണ്ട്. സുക്കൂർ ഞങ്ങൾ പോന്നപ്പോ മുണ്ടണില്ല. അങ്ങനെ ഞങ്ങൾ ആ ഏസാമരപ്പിന്റെ അടിയിൽ ഇങ്ങോട്ട് പോന്നു. ശുക്കൂറിന് ദേഷ്യം വരാതിരിക്കുമെന്ന് നിങ്ങൾ ഉപ്പയും വേഗം പോന്നാല് ആദ്യമായിട്ട് ഒരു മോൻ കൂടിയിരിക്കുകയാണ്. നിങ്ങൾ 4 ദിവസം അവിടെ നിൽക്കേണ്ടത് തന്നെയായിരുന്നു. ആ ചെക്കന് ദേഷ്യം വരാതിരിക്കോ? ആ കണ്ട ആൾക്കാരൊക്കെ അവിടെ നിൽക്കുമ്പോ നിങ്ങൾ മാത്രം പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ വീരാങ്കാക്കുള്ള സ്വഭാവമാണത്. ഇജ്ജ് പറഞ്ഞ വർത്താനം തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് വീരാങ്കാക്കാനോട് പറഞ്ഞു. ഞാൻ കൊറേ ചീത്ത അറിഞ്ഞു. ഇന്ന് അച്ചേലും അവിടെ നിന്നാ മതിയേനു. പിന്നെ ഞാൻ ഇവിടെ വന്നാലെങ്ങനെ ആലോചിച്ചു. നിങ്ങൾക്കെങ്കിലും അവിടെ നിന്നാ മതിയിരുന്നാത്ത. നിങ്ങളും ചാടി കളിച്ച അയാളെ പിന്നാലെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ അവിടെ നിന്നിക്കാണ്ട് അത് ഇങ്ങോട്ട് പോന്നാൽ ഇച്ച് നിക്കണോത്തൊരു സുഖമില്ലല്ലോ. ഇതിനാണെങ്കിൽ പല സോക്കടുള്ളതല്ലേ, പ്രഷറും പ്രമേഹവും കൂടലും കുറച്ചിലും ഒക്കെ എപ്പോഴും ഉണ്ടായിട്ടാണ്. പിന്നെ അത് പറയാണ് സുബൈക്ക് നിസ്കരിച്ചാൻ പോവാന് പള്ളിക്കക്ക് പോവാന് പറ്റൂല അവിടെ നിന്നാല്. പിന്നെ AC ഇട്ടാല് തണുപ്പാണ്. പല മുറുമായും പറഞ്ഞിക്കാണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോന്നു ഞങ്ങള്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ. കുടിയിരിക്കൽ ഏതായാലും നല്ല ജോറായിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമാണെങ്കിലും പെരയാണെങ്കിലും നല്ല ഉഷാറാണ്. നമ്മളെ അടുത്തൊന്നും അങ്ങനെ ഒരു പെര ഞാൻ കണ്ടിട്ടില്ല. എന്ത് ഭംഗിയാണ് അതിന്റെ ഉള്ളിലുള്ള ഫർണിച്ചറൊക്കെ. സ്വിമ്മിംഗ് പൂൾ ആണെങ്കിൽ നല്ല രസമുണ്ട് കാണാൻ. കുട്ടികളൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ. എങ്ങനെ രസമില്ലാതിരിക്ക? ഓൻ ആ ഫർണിച്ചറൊക്കെ ചൈനയിൽ പോയി എടുത്തതാ. ഓന് അബ്ബാസിന്റെ മാതിരി ഒന്നല്ല. ഓന് ഉള്ളത് നല്ല വൃത്തിയിലും ഒക്കെ ഓന് വേണം. പിന്നെ ആ സ്വിമ്മിംഗ് പൂൾ ഇല്ലേ, അത് തിരുവനന്തപുരത്ത് നിന്നൊക്കെ ആള് വന്നിക്കാണ്ട് പണിയെടുത്തതാണ്. AC ആണെങ്കിൽ എന്താണ് താത്ത, സെൻട്രലൈസ്ഡ് AC തോന്നുന്നുണ്ട്. ഞങ്ങളെ ഹോസ്പിറ്റലത്തെ പോലെ എല്ലായിടത്തും തണുപ്പാണ്. അടുക്കളയിലും കൂടെ തണുപ്പുണ്ട്. ആ ഡിജി പറഞ്ഞ മാറി തന്നെ എല്ലായിടത്തും AC ആണ്. അടുക്കളയിലൊക്കെ AC അല്ലിജ് കണ്ടില്ലേ? അതന്നെയല്ല വീരാങ്കാക്ക് അങ്ങോട്ട് പോകുന്ന അവിടെ തണുപ്പാണ് ഇറങ്ങിക്കാണ്ട്. താത്ത ഇങ്ങനെയൊക്കെ AC ആണ് എല്ലായിടത്തും വെച്ചാലേ നല്ലൊരു സംഖ്യ കറണ്ട് ബില്ല് കൊടുക്കേണ്ടി വരും കേട്ടോ മാസത്തില്. കറണ്ട് ബില്ലൊന്നും ആവൂല ബിന്ദുവോ? ഇജ് കണ്ടില്ല പെരന്റെ മേലെ കൊറേ തലാക്കണ്ടം കുറഞ്ഞിട്ട് സൂര്യത്തുമെന്ന് കറണ്ട് ഉണ്ടാക്കുകയാണെന്ന് എന്നോട് പറഞ്ഞ സുക്കൂറ്. താത്ത പലകണ്ടല്ലാന്ന്, സോളാറാണത്. ഇജ് പറഞ്ഞ പേരെന്നെയാണ്. ഇച്ച ആ പേര് പറയാൻ കിട്ടായിട്ടേ ബിന്ദുവോ. പിന്നെ ഒരു സംഖ്യ ഓൻ ചെലവാക്കിക്കണ ആ പെരമ്മ. അതൊക്കെ ഇവിടെ ഏർപ്പാട് അതൊരു കൊയലടിച്ചതായിരുന്നു. ഒരാഴ്ച ആയിപ്പോ അത് അടിച്ചിട്ട്. അപ്പൊ അതിനൊരു മോട്ടറും പേര ഉണ്ടാക്കിയതാ. അതിപ്പോ ഇന്നലെ വാർത്തക്കണു. അപ്പൊ ഞാൻ ഇച്ച് ഉപയോഗിക്കേണ്ട മാതിരിയായി അതൊന്നും നനക്കേ. കുട്ടികളെ മുതലിങ്ങനെ വാങ്ങി കൂട്ടാന്നല്ലാതെ ഇതൊന്നും നോക്കാൻ ഓർക്ക് ഒഴിവില്ലല്ലോ. ഇതിപ്പോ 3 ഏക്കറോളം സ്ഥലമുണ്ട്. ഇത് നനക്കണമെങ്കിൽ പോരെ മോട്ടറും പൈപ്പും എന്തായാലും വേണം. അപ്പൊ അതിനും വേണ്ടി ആ കൊയലണ്ട് അടിച്ചതാണ്. കുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ്, അതിനൊന്നും ഒഴിവുണ്ടാവില്ല. ഞാൻ ചോദിച്ചനുസരിച്ച് എത്ര ഈ റോഡ് നിറച്ച് ഇങ്ങനെ വെള്ളം വരേണ്ടത് 3 നാള് വരേണ്ടത്. നമ്മളെ പൊന്മള പഞ്ചായത്തിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ്. അത് ഈ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന പോലെയാണ്. ഇങ്ങനെ എപ്പോഴും പൊട്ടിയടിച്ച് പോയിക്കൊണ്ടാണ്. ഒരു മനുഷ്യനൊരു തുള്ളി വെള്ളം ഇതിന് ഉപകാരം കിട്ടുന്നില്ല. റോട്ടുമ്മ കൂടി ഇങ്ങനെ തോടായി ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഇത്. അത് പഞ്ചായത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങോട്ട് ഒരു സംഗതി പറഞ്ഞിട്ടാ. അതെന്തേ? കുരുക്കളൊക്കെ വമ്പായിട്ട് കഴിഞ്ഞില്ലേ? പിന്നെ നിങ്ങളും നബീസും കൂടി എന്ത് അവിടെ നിന്ന് അന്തി ഇറങ്ങാഞ്ഞു? സുക്കൂറിനെ കണ്ടിരുന്നു. ഓൻ കുറെ വിഷമം കുറച്ച് ദേശത്തിനും കൂടിയാ വന്നത്.
ഇപ്പാക്കും ആ കൊരീസ അവിടെ ഒന്ന് കാണാൻ പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഓനത് ഭയങ്കര വിഷമമുണ്ട്. അത് ഒന്നും ഉണ്ടായിട്ടല്ല. എന്തെങ്കിലും ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ അല്ലേന്നല്ല, കുടിക്കലേ കഴിയണതിന് മുമ്പ് നടന്ന് പറച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങളേന്നല്ല. ഇങ്ങോട്ട് പറയാൻ പറ്റാണെങ്കിൽ പറഞ്ഞാൽ മതി, ഈ പറയൊന്നും വേണ്ട. എൻ്റെ കുട്ടിയെ 1 കോടി ഉറുപ്പ്യാൻ്റെ പേരെയാണ് ഇപ്പം കയറ്റിയിട്ടുള്ളത്. ഞാൻ ആ ഒരു സന്തോഷത്തിലായിരുന്നു. കുടിരിക്കലിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഒരു സംഗതി അറിഞ്ഞത്. 80 ലക്ഷം ഉറുപ്പ്യോളം ഓന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്. 20 ലക്ഷം ഉറുപ്പ്യ ഉള്ളൂ ഓൻ്റെതായിട്ട് പൈസ ഇമ്മൽ. ആ ഒരു കാരണത്താലാണ് ഞാൻ ആ പെരിയിൽ നിന്ന് അയ്യാസമരിപ്പിൻ്റെ അടിയിൽ ഇറങ്ങിപ്പോന്നത്. നിസ്കരിച്ചാൽ ആ പെരിയിൽ നിന്ന് കാണ്ടി നിസ്കാരം ശരിയാവില്ല. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിവുള്ളവർക്ക് കൂടുതൽ അറിയാനെ പറ്റി. അങ്ങനൊക്കെ ഉണ്ടോ? ആരപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നമ്മളെ ബാങ്കിലെ അനീഫ് അവിടെ വന്നിരുന്നു. ഓൻ പറയാ എന്നോട് സുക്കൂറിന് ഇതിമല് ബാങ്കിൽ കുറെ പൈസ ഇടപാടുണ്ട് എന്ന്. അത് കേട്ടപ്പച്ചി അവിടുന്ന് ഇറങ്ങി പോരാൻ തോന്നിക്കണു. പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇറങ്ങി പോകണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വൈകുന്നേരം വരെ അവിടെ പൊടിച്ചു നിന്നത്. സംഗതി തെറ്റേനെയാണ്. പക്ഷെ അവിടെ നിൽക്കണിപ്പോൾ എന്താ കുഴപ്പം? ഓൻ്റെ അമ്മായിമ്മയും അമ്മസാങ്കിയും ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ പാർത്തക്കണം. ഓരൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഇന്നിപ്പം ഇല്ലാത്ത സങ്കടം എന്നോട് പറഞ്ഞത്. ഓന് സങ്കടമൊക്കെ ഉണ്ടാവും. ഞാനേ അന്തിക്ക് നീച്ചിക്കാണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ടതാണ്. അത് ആ പെരൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചാലേ ബാങ്കിൻ്റെ ഉള്ളിൽ നിന്ന് നിസ്കരിച്ചിട്ട മാതിരിക്കാരം. അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് അവിടെ നിൽക്കാഞ്ഞത്. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. അത് പെര ആയാലും വണ്ടി ആയാലും ബാങ്ക് കയറി പലിശൻ്റെ ഇടപാടുണ്ടായാലേ അത് തീരുന്നത് വരെ ഓല മുതലാണ്. അപ്പം ഈ പറഞ്ഞ മനസ്സിൻ്റെ വെറുപ്പ് അമ്മപ്പോലെ അകത്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഞാനേ ആ പേരിൽ അന്തി ഇറങ്ങാഞ്ഞത്. പൊന്നാര മക്കളെ, വീട് എന്ന് പറഞ്ഞാലേ എല്ലാവരും സ്വപ്നമാണ്. പക്ഷേ അതിൻ്റെ സുക്കൂറ് കാട്ടിയ മാതിരി കുറേ കടും കള്ളിയാക്കിക്കാണ്ട് ആരും കയറ്റരുത്. പ്രത്യേകിച്ച് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തുകാണ്ട് വലിയ പേരാറ്റും വണ്ടിയാളെടുക്കും. എന്നിട്ട് നമുക്ക് ഈ അള്ളാൻ്റെ ഈ ഭൂമിയിൽ ഒരു തൊഴിലുണ്ടാവില്ല. നാളെ മരിച്ചു എന്നാൽ ഓൻ്റെ അടുത്ത് ഒരു തൊഴിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യേണ്ടതും ചെറിയൊരു ഇരിക്കൂടെ നമ്മളടുത്ത് ഉള്ള പൈസ ആയിട്ട് കയറ്റുക. അതിന് എല്ലാവർക്കും പഠിച്ച തോഫീക്ക് നൽകട്ടെ. അതാണ് ഈ ബിരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.